ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാരും നമസ്കാരമേ. നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ഈ കൊക്ക് കഴിക്കുന്ന മീൻ കാര മീനാണ് കേട്ടോ. ഒരു കരമടി കൊണ്ടുവന്ന കാര മീനാണ് ഈ കൊക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, അന്ന് കണ്ട ആ കൊക്കാണ് അതാണ്ട് ഈ കൊക്ക്. അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാഴ്ച മുമ്പ് ഞാൻ വണ്ടിയിലിരുന്ന സമയം ഈ കൊക്ക് അവിടെ സൈഡിൽ കിടന്ന ഒരു ചെകളപ്പൂ എടുത്ത് വിഴുങ്ങുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടതാണ്. ഇത് വിഴുങ്ങിയതിന് ശേഷമാണ് ഇതിൻ്റെ വായിൽ കൂടെ ഒരു റോള് താഴെ കിടക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കൊക്ക് ചൂണ്ടയോട് കൂടിയ ആ ചെകളപ്പൂവാണ് വിഴുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ കൊക്കിനെ പിടിച്ച് നീയും ഈ ചൂണ്ടയെ റോൾ എടുത്ത് മാറ്റാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഉള്ളിൽ പോയിട്ടുണ്ട് കേട്ടോ. അറിയാമല്ലോ, ഏത് ഒരു പക്ഷിയായിരുന്നാലും അത് കഴിക്കുന്ന ആഹാരം നേരെ കുടലിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതേ കണക്ക് തന്നെയാണ് ഈ ചൂണ്ടയും ഈ കൊക്കിൻ്റെ കുടലിലോട്ട് തന്നെ പോയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നേരെ കാണുമ്പോൾ മനസ്സിലാകും, ആ റോള് കിടന്ന് കണ്ട ആ വായിൽ കൂടെ കിടക്കുന്ന കണ്ട. അപ്പോൾ ഇതുപോലെ ഈ മീനൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പൂവൊക്കെ എടുത്ത് എറിയുന്ന കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും അതിൽ ചൂണ്ട ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ട എടുത്ത് മാറ്റിയിട്ട് മാത്രമേ ആ പൂവോ അതുപോലെ കുടലോ കാര്യങ്ങളോ എറിഞ്ഞു കളയാൻ പാടുള്ളൂ. അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പല കാടുകളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണാറുണ്ട്. മൃഗങ്ങളെ സംരക്ഷിക്കാനായിട്ട് പ്ലാസ്റ്റിക് കവറുകൾ ബോട്ടിലൊക്കെ എറിയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ കടപ്പുറങ്ങളിലൊക്കെ എറിയുന്ന വേസ്റ്റുകളിൽ ഇതുപോലെ വന്ന് കഴിക്കാനായിട്ട് പക്ഷികളൊക്കെ വരും. അതുപോലെ മൃഗങ്ങളും വരാറുണ്ട്, പട്ടിയും അതുപോലെ വേറെയും മൃഗങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാർ ഇതുപോലുള്ള ആ മീനിനെയൊക്കെ കട്ട് ചെയ്യുന്ന സമയം നിങ്ങൾ അതിലുള്ള ചൂണ്ട ദയവായി എടുത്ത് മാറ്റിയിട്ട് വേണം എടുത്ത് കളയാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാർ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പക്ഷി വകുപ്പ് സംരക്ഷണ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വിഴിഞ്ഞത്തേക്ക് വരികയാണെങ്കിൽ ഈ കൊക്കിനെ നമുക്ക് പിടിച്ച് ഏതായാലും ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള ആ ചൂണ്ടയെടുത്ത് മാറ്റാനായിട്ടുള്ള ഒരു രീതി നമുക്ക് നോക്കാം. കാരണം നമുക്ക് ഇവിടെ നിന്നിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏതായാലും തീർച്ചയായിട്ടും നമ്മുടെ വിഴിഞ്ഞം വിശ്ലാൻഡിൽ തന്നെ ഈ കൊക്ക് സ്ഥിരമായിട്ട് ഇതുപോലെ മീനിൻ്റെ വേസ്റ്റൊക്കെ കഴിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പക്ഷികളെയും മൃഗങ്ങളെയും അതുപോലെ പല ഇനത്തിൽപ്പെട്ട ഈ ജീവജാലങ്ങളെയൊക്കെ സംരക്ഷിക്കാനായിട്ടുള്ള പല വകുപ്പുകളും നിലവിലുണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ഈ കൊക്കിനെ സംരക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിഴിഞ്ഞത്തേക്ക് വരിക കേട്ടോ. അപ്പോൾ കണ്ടൻറ്റുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ ഇടുന്നതല്ല, കണ്ടൻറ്റൊക്കെ ഒരുപാടുണ്ട്. എന്നാലും നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു അവസ്ഥ കാണാൻ പോയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുമാത്രമല്ല, നാളെ ഇതുപോലെ മീനൊക്കെ കട്ട് ചെയ്ത് ആ പൂവൊക്കെ ചൂണ്ടയോടുകൂടി എറിയുന്ന നമ്മുടെ കൂട്ടുകാർ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ അവർ ഓർമ്മയിൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ കൊക്കുകളെ മാത്രമല്ല, ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മൾ മനുഷ്യരായിട്ടുള്ള നമ്മുടെ കടമ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇതുപോലെയുള്ള ഒരു വീഡിയോ എടുത്ത് നമ്മുടെ കൂട്ടുകാരുടെ മുൻപിൽ കാണിക്കുന്നത്. ഓക്കെ എന്നാ.